നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടികയിലെ തിരിമറികൾ ജനാധിപത്യത്തിനേറ്റ തിരിച്ചടിയെന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ. കോൺഗ്രസ് എളവള്ളി മണ്ഡലം 18-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തി അനർഹരായ അനേകം പേരെ പട്ടികയിൽ തിരുകി കയറ്റി സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കം നടത്തിയത് ജനാധിപത്യത്തിനേറ്റ തിരിച്ചടിയാണ്. ഓരോ ദിവസവും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ അപാകതകൾ തെളിവുസഹിതം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികൾ വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും അതല്ലെങ്കിൽ ജനാധിപത്യവും മതേതരത്വവും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിനുവേണ്ടി തൃശൂരിൽ പോലും അനേകം പേർ വോട്ടർ പട്ടികയിൽ തിരുകിക്കയറ്റിയെന്ന വാർത്ത ഞെട്ടിക്കുന്ന സംഭവമാണെന്നും സുധീരൻ വ്യക്തമാക്കി. വാർഡ് പ്രസിഡന്റ് KM ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA-മാരായ PA മാധവൻ മുഖ്യപ്രഭാഷണവും അനിലക്കര ഗാന്ധി സന്ദേശ പ്രഭാഷണവും നടത്തി. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവറട്ടി, കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, വർഗീസ് മാനത്തിൽ, AD സാജു, ലിസി വർഗീസ്, സുന്ദരൻ കരുമത്തിൽ എന്നിവർ സംസാരിച്ചു. റോഡിൽ ബൈക്ക് നിർത്തിയതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതായി പരാതി. കോൺഗ്രസ് പുന്നയൂർകുളം മണ്ഡലം സെക്രട്ടറി അൻവർ അസൈനാരകത്തിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അൻവറിനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മന്നലാങ്കുന്ന് കരുണാകരൻ ഫൗണ്ടേഷൻ ഓഫീസിന് മുൻപിൽ വെച്ചാണ് സംഭവം. കോൺഗ്രസ് ഓഫീസായ K കരുണാകരൻ ഫൗണ്ടേഷൻ ഭവനിലേക്ക് വന്ന അൻവർ തന്റെ ബൈക്കിലിരിക്കുമ്പോൾ ഓട്ടോറിക്ഷയുമായി വന്നയാൾ യാതൊരു പ്രകോപനവുമില്ലാതെ ബൈക്ക് ചവിട്ടി മറിച്ചിടുകയും ചോദ്യം ചെയ്ത അൻവറിനെ മർദ്ദിച്ചുവെന്നും പറയുന്നു. സംഭവത്തിൽ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. CCTVയുടെ നേതൃത്വത്തിൽ CTech അക്കാദമിയിൽ ഹ്രസ്വകാല കോഴ്സിന് തുടക്കമായി. വിദേശത്തും സ്വദേശത്തും നിരവധി തൊഴിൽ സാധ്യതകളുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ, ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ എന്നിവയിൽ 3 മാസം പരിശീലനം നൽകുന്നതാണ് കോഴ്സ്. CCTV ടവറിൽ നടന്ന ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം CCTV ചെയർമാൻ KC ജോൺസൺ നിർവഹിച്ചു. CCTV ഡയറക്ടർമാരായ ഷാജി P ജോസ്, PM സോമൻ, CS സുരേഷ്, മാനേജർ സിൻഡോ ജോസ് എന്നിവർ പങ്കെടുത്തു. ചീഫ് ഇൻസ്ട്രക്ടർ KC ജെയിംസ്, ഇൻസ്ട്രക്ടർ ദൃശ്യ എന്നിവരാണ് പരിശീലകർ. പരിശീലനം മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റും നൽകും. കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ഷീരസംഗമം വേലൂരിൽ നടന്നു. വെള്ളാറ്റഞ്ഞൂർ ഡയമണ്ട് ജൂബിലി പാരിഷ് ഹാളിൽ നടന്ന സംഗമം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പുലിയന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് MV രവികുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ഷോബി, രേഖ സുനിൽ, രേഷ്മ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ, ജനപ്രതിനിധികളായ KG പ്രമോദ്, NK ഹരിദാസ്, കർമ്മല ജോൺസൺ, ഷേർലി ദിലീപ് കുമാർ, സപ്ന റഷീദ്, സഹകരണ സംഘം പ്രസിഡന്റുമാരായ TM വേണു, KA മോഹനൻ, KV വാസു, N രാധാകൃഷ്ണൻ, ക്ഷീരവികസന ഓഫീസർ PS വന്ദന തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ക്ഷീര കർഷകരെയും SSLC+2 വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ സെമിനാറുകളും പ്രദർശന സ്റ്റാളുകളും ഉണ്ടായിരുന്നു. അതിന് കോട്ട നിശ്ചയിക്കുക എന്ന മിൽമയുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറണം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് അളന്നതിന്റെ ഇത്ര ശതമാനം എടുക്കും എന്നൊക്കെ പറഞ്ഞ് വർഷക്കാലത്ത് ചിലത് വരികയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ചെന്നാൽ ഇപ്പോൾ പാൽപ്പൊടിയുണ്ട്. വലിയ കുത്തക കമ്പനികളുടേതാണ്, നെസ്ല ഉൾപ്പെടെ. നമുക്ക് ആ മേഖലയ്ക്ക് മിൽമയുടെ ബ്രാൻഡ് കേരളമാകെ ഇന്ന് അംഗീകരിക്കുന്നതാണ്. അപ്പൊ മിച്ചം വരുന്ന പാല് നമുക്ക് പാൽപ്പൊടിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ കൃഷിക്കാരെ സഹായിക്കാൻ, വർഷക്കാലത്ത് പാലധികം ഉൽപാദനമുള്ളപ്പോൾ സഹായിക്കാവുന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ സ്വീകരിച്ചിട്ടുണ്ട്. മിൽമ ആദ്യത്തെ പ്ലാന്റ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാലിശ്ശേരി മുക്കിലപ്പിടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തു. സ്കൂളിനകത്ത് വെച്ചുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർക്ക് ഉടൻ സഹായം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജയൻ, സ്കൂൾ ഡെപ്യൂട്ടി HM KV സുഭദ്രയ്ക്ക് കിറ്റുകൾ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PV രജീഷ് അധ്യക്ഷനായി. GLP സ്കൂൾ പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ, SCUP സ്കൂൾ പ്രധാനാധ്യാപകൻ K മുഹമ്മദ് സൽമാൻ എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ K ബാബു നാസർ, AM നൌഷാദ്, EV സക്കീർ, പ്രദീപ് തായക്കാട്ടിൽ, TM സലീം,
പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. കാലത്ത് രൂപമെഴുന്നള്ളിച്ച് വെക്കൽ, തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടത്തി. കണ്ടാണശ്ശേരി ഇടവക വികാരി ഫാദർ ഫെബിൻ കുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ സഹകാർമ്മികനായി. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുസദ്യയും നടത്തി. വൈകിട്ട് ന്യൂ വോയ്സ് പാല ടീമിന്റെ ബാൻഡ് മേളവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ AP ഡേവിസ്, ജോസ് വടക്കൻ, PT സണ്ണി, കൺവീനർമാരായ VV സണ്ണി, ജെറിൻ ജോസഫ്, K ബിജു തോമസ്, TJ ഡെന്നി, TC ആന്റണി, സൈമൺ കൊമ്പൻ, MM ജോസ് എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ ക്ലാര കുടുംബ കൂട്ടായ്മയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇമ്മട്ടി ലൂവീസ് ജസ്റ്റിന്റെ വസതിയിൽ നടന്ന വാർഷിക സമ്മേളനം മറ്റം ഫൊറോന പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TJ ഗ്രേസൺ ചടങ്ങിൽ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മറ്റം സെന്റ് മേരീസ് കോൺവെന്റിലെ സിസ്റ്റർമാരായ ഡോറ, ഷാലി മരിയ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് EJ ജോഫി, കൈക്കാരൻ ജോൺസൺ C തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബ കൂട്ടായ്മ സെക്രട്ടറിയുമായ TO ജോയ്, ട്രഷറർ ആൻസി ജോയ്സൺ, ഈനാശു ജേക്കബ്, KL ജസ്റ്റിൻ, അലക്സ് ജോസ് K എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും മുതിർന്ന ദമ്പതികളെയും നവദമ്പതികളെയും ക്ലാര നാമധാരികളെയും ചടങ്ങിൽ ആദരിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും അരങ്ങേറി. കുടുംബ കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഭാരവാഹികളായിരുന്നവർക്ക് സ്തുത്യർഹ സേവനത്തിന് ഉപഹാരം നൽകി. സ്നേഹവിരുന്നോടുകൂടി വാർഷികാഘോഷത്തിന് സമാപനമായി. DYFI ഓഗസ്റ്റ് 15 നടത്തുന്ന ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ സമരസംഗമത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. SFI സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി കൂനമൂച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, മാനേജർ VS ശിവാസ്, വൈസ് ക്യാപ്റ്റൻ ആതിര എന്നിവർ നയിക്കുന്ന ജാഥ ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ചാലിശ്ശേരി അറക്കൽ ബസാറിൽ നടന്ന സ്വീകരണ യോഗത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PB സുനിൽ മാഷ്, ആനി വിനു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബഹുജന സംഘടനകൾ ഹാരാർപ്പണം നടത്തി. കവക്കോട് സെന്ററിൽ നടന്ന സമാപന സമ്മേളനം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം P മുനീർ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 15 വൈകിട്ട് 5 കൂറ്റനാട് സെന്ററിൽ നടക്കുന്ന സമരസംഗമം DYFI മുൻ അഖിലേന്ത്യാ സെക്രട്ടറി NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ, പാഴ്പുതുക്കം എന്നീ പദ്ധതികൾക്ക് തുടക്കമായി. തിങ്കളാഴ്ച രാവിലെ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം VP ലീല, IRTC കോർഡിനേറ്റർ R ഷാബിനി, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ത്രിവിക്രമദേവ്, പ്രധാനാധ്യാപിക PB സജിത, സ്റ്റാഫ് പ്രതിനിധി ബിന്ദു ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന തൈകൾ ചങ്ങാതിമാർക്ക് കൈമാറിക്കൊണ്ട് ഭൂമിയെ ഹരിതാഭമാക്കുക എന്നതാണ് ചങ്ങാതിക്കൊരു തൈ പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം തുടങ്ങി മാനവരാശിക്ക് മീതെയുള്ള ഭീഷണിയെ പ്രതിരോധിക്കാനുള്ള ഒരു ചെറു നീക്കമാണ് വിദ്യാർത്ഥികൾ ഇതിലൂടെ സാധിച്ചെടുത്തത്. IRTCയുടെ നേതൃത്വത്തിൽ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന തുണിസഞ്ചികൾ പൊതുയിടങ്ങളിലും വീടുകളിലും നൽകിക്കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിന്റെ സന്ദേശം പ്രചരിപ്പിച്ചാണ് വിദ്യാലയത്തിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPMന്റെ സമുന്നത നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും KPCC സെക്രട്ടറിയുമായ CC ശ്രീകുമാർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ചൊവ്വലൂർ ഉദയ ഗ്രന്ഥശാല സെക്രട്ടറി PA മുസ്തഫ, കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല സെക്രട്ടറി VD ബിജു, വായനശാല വനിതാവേദി കൺവീനർ സുമിത ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. 2002 പുതുക്കി നിർമ്മിച്ച വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. ഒരിക്കലും കൈയൊഴിയുന്നില്ലെങ്കിലും ഈ പ്രത്യേക ഗുണങ്ങളുള്ള സവിശേഷമായ വ്യക്തിത്വമായി നമുക്കറിയുന്നത് പോലെ ഇദ്ദേഹത്തെ പെട്ടെന്ന് ഇപ്പോൾ ആരും അങ്ങനെ പറയില്ലേയില്ല, ഇയാളൊരു വെട്ടിനിരത്തലുകാരനാണ്. അങ്ങനെ പറയാൻ കാരണം കാർഷിക മേഖലയിലെ നമ്മുടെ പ്രകൃതിയെ തന്നെ ദുഷ്കരമാക്കുന്ന നിലപാടുകൾക്കെതിരായ നിലപാട് സ്വീകരിച്ച ഘട്ടത്തിലാണ്.
പാർട്ടിക്കകത്തും നിലപാടുകൾക്ക് വേണ്ടി ഉറച്ച നിലപാട്, ഉറച്ച അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ പേരിലും ഇത്തരമൊരു പരാമർശനം അദ്ദേഹത്തെ കുറിച്ചുണ്ടായിരുന്നു. ദിൽകി ആവാസ് എടക്കഴിയൂരിന്റെ മുഖ്യരക്ഷാധികാരിയും കലാസാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യവുമായിരുന്ന ഡോക്ടർ എസ് എ അബൂബക്കർ ഹാജിയുടെ വിയോഗത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ക്ലബ് അങ്കണത്തിൽ ക്ലബ് പ്രസിഡന്റ് അഷ്റഫ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എം കുഞ്ഞി മുഹമ്മദ്, ഹൈദരാലി ബ്രഹ്മകുളം, മോണോ ആരിഫ്, ഫൈസൽ തങ്ങൾ, അക്ബർ, അബൂബക്കർ അകലാട്, ഷംസുദ്ദീൻ ഗുരുവായൂർ, കമറുദ്ദീൻ, ഷക്കീല ഷംസുദ്ദീൻ, അബൂബക്കർ ഹാജിയുടെ സഹോദരങ്ങളായ എസ് എ മുഹമ്മദ് അലി, എസ് എ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ക്ലബ്ബിൽ അനാച്ഛാദനം ചെയ്യുവാനുള്ള അബൂബക്കർ ഹാജിയുടെ ഫോട്ടോ സഹോദരി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും ക്ലബ്ബ് അംഗങ്ങൾ ഏറ്റുവാങ്ങി. ജനറൽ സെക്രട്ടറി ആർ വി ബഷീർ സ്വാഗതവും സെക്രട്ടറി വിനോദ് പെരിയമ്പലം നന്ദിയും പറഞ്ഞു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ ജീവകാരുണ്യ പദ്ധതിയായ നിറപുഞ്ചിരി ചികിത്സാ സഹായ പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സുഖത 2025 എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനാസിയോസ് ഒന്നാമൻ സ്മാരക ധ്യാനമന്ദിരത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ശ്വാസകോശ രോഗം, ഗൈനക്കോളജി, ഡയറ്റീഷ്യൻ, ക്യാൻസർ രോഗം, ENT, ശിശുരോഗം, എല്ല് രോഗം തുടങ്ങിയ വിഭാഗങ്ങളിൽ സേവനങ്ങൾ ലഭ്യമായിരുന്നു. ഇടവക വികാരി ഫാദർ VM സാമുവേൽ അധ്യക്ഷനായ ചടങ്ങിൽ മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി KP സാക്സൺ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇടവക സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, മലങ്കര ആശുപത്രി ട്രസ്റ്റി മോൺസി പി എബ്രഹാം, ഓർഗനൈസിംഗ് സെക്രട്ടറി ജിന്നി കുരുവിള, ഇടവക ട്രസ്റ്റി CI റിജി, യുവജന പ്രസ്ഥാനം സെക്രട്ടറി മനീഷ് V മോഹൻ എന്നിവർ സംസാരിച്ചു. ഓങ്കോളജി വിഭാഗം ഡോക്ടർ എലിസബത്ത് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ജോസഫ് ജോർജ്, യുവജന പ്രസ്ഥാനം സെക്രട്ടറി മനീഷ് എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. ബാലഗോകുലം പുന്നയൂർകുളം ശ്രീകൃഷ്ണ ജയന്തി സ്വാഗത സംഘം രൂപീകരിച്ചു. ആൽത്തറ രാമരാജ സ്കൂളിൽ നടന്ന യോഗം താലൂക്ക് അധ്യക്ഷൻ അശോകന്റെ അധ്യക്ഷതയിൽ TP ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം മേഖലാ ഉപാധ്യക്ഷൻ KM പ്രകാശൻ മുഖ്യപ്രഭാഷണം നടത്തി. RSS ഗണ്ട് കാര്യവാഹക് നിതിൽ, ബാബു അയോധ്യ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനി പരൂർ ചെയർമാനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. കാസർഗോഡ് വെച്ച് നടന്ന അണ്ടർ-23 സംസ്ഥാന അമേച്ചർ റെസ്ലിംഗ് മത്സരത്തിൽ റയീസുദ്ദീൻ ആദൂർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മാറമ്പള്ളി MES കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ, നൌഷിജ ദമ്പതികളുടെ മകനാണ്. ചാലിശ്ശേരി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ചാലിശ്ശേരി അങ്ങാടിയിൽ പ്രതിഷേധ ജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് ചാലിശ്ശേരി അറക്കൽ സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനം പടിഞ്ഞാറെ പള്ളിക്ക് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുൻ MLAയും AICC അംഗവുമായ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ടൗൺ കോൺഗ്രസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ അറക്കൽ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF തൃത്താല മണ്ഡലം കൺവീനർ TK സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മൗലവി, ജോസഫ് ചാലിശ്ശേരി, PC ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. RSSന്റെ നേതൃത്വത്തിലുള്ള മോദി സർക്കാർ അവർ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് മേൽ കൈവച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്കെതിരെ രാജ്യത്തെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മാത്രമല്ല, ഉത്തർപ്രദേശിൽ കന്യാസ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, ഒറീസയിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു, രാജസ്ഥാനിൽ ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് എന്ന നിലയിൽ ആവർത്തിക്കപ്പെടുകയാണ്. ആരാണ് കന്യാസ്ത്രീകൾ എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ മലയാളികൾ. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ആയുരാരോഗ്യം എന്ന പേരിൽ ആയുർവേദം നിത്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. നെല്ലുവായ് ശ്രീധനന്തുരി ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ അരുൺ കൈമൾ പ്രഭാഷണം നടത്തുകയും ചർച്ചയ്ക്കും സംശയങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്തു.
വായനശാല രക്ഷാധികാരിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ VC ബിനോജ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, KA ശ്രീധരൻ, K ബാലകൃഷ്ണൻ, K ജിതിൻ എന്നിവർ സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ സ്വാഗതവും സെക്രട്ടറി KS വിമലേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ചരമം. ചാലിശ്ശേരി മയിലാടിക്കുന്ന് താമസിക്കുന്ന പൊന്നത്തു വളപ്പിൽ മണിക്ക ഹമീദ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. സൈനബ ഭാര്യയും മുംതാസ് മകളുമാണ്. ഖബറടക്കം ചാലിശ്ശേരി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.